എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 21 ശ്ലോകം 17, 18, 19, 20 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 4 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 21ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അതിമനോഹരമായ ഈ വേണുഗാനത്തെ വർണ്ണിക്കാനൊന്നും എനിക്ക് അത്രയ്ക്കുള്ള കഴിവ് ഇല്ല എന്ന് തന്നെ പറയട്ടെ. പറ്റുന്ന പോലെ അങ്ങനെ പറയുന്നു. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. പൂർണ്ണ പുളിന്ദ്യ ഉരുഗായ പദാബ്ജരാഗ ശ്രീകുങ്കുമേന ദൈതാസ്തനമണ്ഡിതേന തദ്ദർശന സ്മരരുജസ്തൃണരൂഷിതേന ലിംബന്ത്യ ആനനകുജേഷു ജഹുസ്തദാധിം. ചില ഗോപികള് ആ പുളിന്ത സ്ത്രീകളുടെ, അതായത് കാട്ടാള സ്ത്രീകളുണ്ട്, അവരുടെയൊക്കെ ഭാഗ്യത്തിനെ പറ്റി വർണ്ണിക്കുക. ഹേ സഖികളെ, ആ വൃന്ദാവനത്തിൽ വസിക്കുന്ന കാട്ടാള സ്ത്രീകളെ ഭാഗ്യമുള്ളവരാ. അവര് കൃതാർത്ഥകളുമാണ്. നമ്മളുടെ അവസ്ഥ അവരെ അപേക്ഷിച്ച് എത്രയോ താഴെയാ. എന്തുകൊണ്ടാ വെച്ചാല് ശ്രീകൃഷ്ണന്റെ കാലിൽ പറ്റിയ കുങ്കുമം വനത്തില് പുല്ലുകളുടെ മീതെ പറ്റിയിരിക്കുന്നതും ശ്രീകൃഷ്ണ പാദരേഖ പുല്ലില് പതിഞ്ഞിരിക്കുന്നതും കാണുമ്പോ ഏതൊരു മഹാപുരുഷന്റെ പാദരേഖയാണിത്, ആ പാദസ്പർശനം നമുക്ക് സിദ്ധിക്കുന്നില്ലല്ലോ എന്ന വിചാര നിമിത്തം അവർക്ക് മദനതാപം ഉണ്ടായ ഉടനെ അവര് പുല്ലില് പറ്റിയിരിക്കുന്ന ആ കുങ്കുമം തങ്ങളുടെ മുഖങ്ങളിലും കുജങ്ങളിലും തേച്ച് താപത്തെ തീർക്കുന്നു. അവർക്ക് അറിയില്ല ഇത് ആരാ ശ്രീകൃഷ്ണൻ എന്നൊന്നും. അവർ ആ പുല്ലിൽ പറ്റിയിരിക്കുന്നത് ആ കുങ്കുമം കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു മദനതാപം വരുന്നു. ആ കാട്ടാള സ്ത്രീകൾ അവരതൊക്കെ എടുത്ത് അവരുടെ സ്ഥലത്തിലും മുഖത്തും ഒക്കെ തേച്ച് അവരുടെ ആ മദനതാപം തീർക്കുന്നു. എത്ര ഭാഗ്യല്ലേ. അവരുടെ ആ ദൃഢാനുരാഗം നിമിത്തം ശ്രീകൃഷ്ണ പാദസ്പർശം അവർക്ക് സിദ്ധിച്ചതായിട്ട് കരുതിയിട്ട് അവര് തൃപ്തിപ്പെടുന്നു. അതുകൊണ്ട് അവര് പുണ്യഭാഗ്യമുള്ളവരാ അല്ലെ. പുല്ലില് പറ്റിയ കുങ്കുമം കൂടി നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മളുടെ ജന്മം ഫലം തന്നെ. ആ ശ്രീകൃഷ്ണ പാദത്തില് കുങ്കുമം എങ്ങനെ ഉണ്ടായത്? ദൈതയുടെ സ്തനത്തിൽ അലങ്കരിച്ച കുങ്കുമം ആ ക്രീഡാവസരത്തില് ശ്രീകൃഷ്ണ പാദത്തിൽ പറ്റിയതാണ്. പാദപല്ലവ സമ്പർക്ക നിമിത്തം കുങ്കുമത്തിന്റെ ചുവപ്പിന് കുറെ കൂടി ആ ചുവപ്പ് ഉണ്ടായി, നല്ല ചുമപ്പായി. അങ്ങനെ ആ പുല്ലില് പതിഞ്ഞ സമയത്തില് അത്യന്തം അരുണ നിറം, ആ ചൊക്കച്ചൊക്കത്തെ വല്ലാത്തൊരു ചുമപ്പുണ്ടായിരുന്നു. അതിന്റെ ദർശനം കൊണ്ടാണ് ആ കാട്ടാള സ്ത്രീകൾക്ക് മദനതാപം ഉണ്ടായത്. ഇവിടെ ദൈത എന്ന് പറഞ്ഞത് വൃന്ദാവന ദേവത എന്ന് വിശ്വസിക്കപ്പെടുന്ന രാധയെ പറ്റിയിട്ടാ പറയണത്. ശ്രീകൃഷ്ണൻ ചെയ്യുന്ന ആ വേണുഗാനം കേട്ടിട്ടേ രാധാദേവി മദനതാപ നിമിത്തം ആലസ്യത്തിൽ അകപ്പെടും. അപ്പോ ശ്രീകൃഷ്ണൻ തന്റെ പാദപല്ലവത്തെ രാധയുടെ മാറിടത്തിൽ വെച്ചിട്ട് അനുഗ്രഹിക്കും. അപ്പൊ ഉടനെ രാധാദേവി മോഹം തെളിഞ്ഞിട്ട് എഴുന്നേൽക്കും. അങ്ങനെ രാധയുടെ സ്തനത്തിൽ അലങ്കരിച്ച ആ കുങ്കുമം അങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ പാദത്തില് പറ്റിയത്. ഹന്തായ മദ്രിരബല ഹരിദാസവര്യോ യത് രാമകൃഷ്ണ ചരണ സ്പർശ പ്രമോദ മാനം തനോതി സഹഗോഗണയോർസ്തയോർയൽ പാനീയസൂയവസ കന്ദര കന്ദമൂലൈ. ശ്രീകൃഷ്ണന്റെ ക്രീഡാസ്ഥാനമായ കളിസ്ഥലമായ ഗോവർദ്ധന പർവ്വതത്തിന്റെ ഭാഗ്യം, ആ ഭാഗ്യത്തെ കുറിച്ചിട്ടാണ് ചില ഗോപസ്ത്രീകൾ അങ്ങനെ സന്തോഷമായിട്ട് പറയണത്. ഹേ സഖികളെ, ഈ ഗോവർദ്ധന പർവ്വതം ഹരിദാസന്മാരിൽ വെച്ച് പരമധന്യനാണ്. എന്തുകൊണ്ടെന്നാൽ ശ്രീമാന്മാരായ ആ ബലരാമനും കൃഷ്ണനും അതിന്റെ മീതെ സഞ്ചരിക്കുമ്പോ അവരുടെ പാദസ്പർശനം സിദ്ധിച്ചതുകൊണ്ടേ പരമ സന്തോഷം അനുഭവിക്കുന്നു ഈ ഗോവർദ്ധനം. അതെങ്ങനെയാ അറിയണത്? കണ്ടില്ലേ ആ പുല്ലുകൾക്കൊക്കെ രോമാഞ്ചം കൊണ്ട് അതിങ്ങനെ എണീറ്റ് നിൽക്കണത്? അത് തന്നെയാ
ഗോവർദ്ധന രോമാഞ്ചണിയാണ് ഈ പാദങ്ങൾ കേട്ടിട്ട്. എന്ന് തന്നെയല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും ആ സ്നേഹിതന്മാരോടും പശുക്കളോടും കൂടി അവരുടെ അടുത്ത് വന്നിരിക്കുമ്പോ അവർക്ക് വേണ്ടുന്ന ശുദ്ധജലം, പക്വഫലങ്ങള്, സുഖവാസ സ്ഥാനങ്ങളായ ഗുഹകള്, പശുക്കൾക്ക് വേണ്ട ഇളംപുല്ലുകള്, ഇതൊക്കെ വേണ്ട വിധത്തിൽ നൽകിയിട്ട് കൊടുത്ത് സൽക്കരിക്കണു ഗോവർദ്ധന പർവ്വതം അല്ലെ. ഇങ്ങനെ ഈ വിധം ഭഗവത് പൂജ ചെയ്യുന്നവനല്ലേ ധന്യധന്യൻ. അതുകൊണ്ട് ഗോവർദ്ധനത്തിന്റെ ഭാഗ്യവിശേഷം അതിശയിക്കത്തക്കത് തന്നെ. ഗോവർദ്ധനം ഭാഗ്യവാനാ. ഭഗവാനെ ഇതൊക്കെ തരത്തിലാ സൽക്കരിക്കണത്. ഗോപകൈരനുവനം നയതോരുദാര വേണുസ്വനൈ കളപദൈസ്തനുഭൃത്സു സഖ്യ അസ്പന്ദനം ഗതിമതാം പുളകസ്തരുണ നിർയോഗപാശകൃത ലക്ഷണയോർ വിചിത്രം. ഒരു ഗോപസ്ത്രീ പറയണു, ഹേ സഖിമാരെ, ഈ ബലരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ആ വേണുഗാനം കേൾക്കുമ്പോഴേ പരമാനന്ദം കൊണ്ടങ്ങനെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ ചലിക്കാൻ തുടങ്ങും. എന്നാലോ പ്രാണിവർഗങ്ങളൊക്കെ വൃക്ഷങ്ങളെ പോലെ ഇങ്ങനെ നിൽക്കും. അതാണ് അതിന്റെ പ്രത്യേകത. എന്തൊരു ആശ്ചര്യം അത്, അത്ഭുതം തന്നെ അത് കാണുന്നത്. ഗോപന്മാരുടെ ഇടയില് ശ്രീകൃഷ്ണനെയും ബലരാമനെയും വേർതിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം ഉണ്ട്. അവര് തലയിലും കഴുത്തിലും ധരിച്ചിട്ടുണ്ട്. അവര് രണ്ടുപേരും വേർതിരിച്ചറിയാം അവരുടെ കഴുത്തിലുള്ള ആ കയറ് കാണുമ്പോ. കറക്കണ സമയത്ത് പശുക്കളുടെ കാല് തടയാനുള്ള ചെറിയ ചരടുകള് തലയിലും, ദുഷ്ടപശുക്കളെ വേണ്ടി വരുന്ന സമയത്ത് കെട്ടിവലിക്കാനുള്ള വലിയ കയറുകൾ കഴുത്തിലും ധരിച്ചിരിക്കണത് കൊണ്ട് ഗോപന്മാരിൽ വെച്ച് ഈ രണ്ടുപേര് തന്നെ നാഥന്മാര് എന്ന് കാണികൾക്ക് മനസ്സിലാവും. ഇങ്ങനെ സ്പഷ്ടമായിട്ട് ഗോപവേഷം ധരിച്ചുകൊണ്ട് സഖികളായ ഗോപന്മാരോട് ചേർന്ന് ആ പശുക്കളെ കാടുതോറും സഞ്ചരിപ്പിക്കുന്ന സമയത്ത് അതിമനോഹരമായി വേണുഗാനം ചെയ്യും ഈ രാമകൃഷ്ണന്മാര്. ഈ ഗാനം കേൾക്കുന്ന മാൻ മുതലായിട്ടുള്ള കാട്ടിലെ ജീവികള് അത്യാനന്ദത്തോടെ ഒരടി പോലും വെക്കാതെ വൃക്ഷങ്ങളെ പോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നു. നിന്നയിടത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക വേണുഗാനം അങ്ങോട്ട് കേൾക്കുമ്പോ. എന്നാലോ വൃക്ഷങ്ങളില് ഈ വേണുഗാനം അങ്ങോട്ട് കേൾക്കുമ്പോ പെട്ടെന്ന് പൂമൊട്ടുകൾ വിരിയണു. ചില വൃക്ഷങ്ങളിൽ ഇളം തളിരുകൾ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവണു. അങ്ങനെ ആ ഗാനശ്രവണം നിമിത്തമുള്ള ആനന്ദത്തെ സൂചിപ്പിക്കുന്ന രോമാഞ്ചങ്ങളാണോ എന്ന് തോന്നുമാറ് വൃക്ഷങ്ങൾ. അതുകൊണ്ട് ഈ സ്ഥാവരങ്ങൾക്ക് പ്രാണിധർമ്മത്തെയും, സ്ഥാവരങ്ങളൊക്കെ ചലിക്കുന്ന വസ്തുക്കളൊക്കെ അചലങ്ങളായും അചലങ്ങളായ വസ്തുക്കളൊക്കെ ചലിക്കുന്നതായിട്ട് മാറണു. എന്തൊരു അത്ഭുതം അല്ലേ ഭഗവാന്റെ ഈ വേണുനാദത്തിന്. ഏവം വിധാ ഭഗവതോ യാ വൃന്ദാവനചാരിണ വർണ്ണയന്ത്യോ മിഥോ ഗോപ്യ ക്രീഡാ തന്മയദാമ്യയു. അങ്ങനെ ഗോപസ്ത്രീകൾ ചെയ്ത ആ ഭഗവത് ലീലാവർണ്ണനം ഉപസംഹരിക്കുകയാണ് ഈ ശ്ലോകത്തോട് കൂടിയിട്ട്. വൃന്ദാവനത്തിൽ സഞ്ചരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത ബഹുവിധ ലീലകളെ കുറിച്ച് അന്യോന്യം വർണ്ണിക്കുന്ന ഗോപസ്ത്രീകള് ശ്രീകൃഷ്ണനിൽ തന്നെ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിരുന്നതുകൊണ്ട് ശ്രീകൃഷ്ണമയികളായിട്ട് തന്നെ ഭവിച്ചു. അവര് ശ്രീകൃഷ്ണൻ ഞാനും വേറെ അല്ല എന്നാണ് ഓരോ ഗോപസ്ത്രീ ഒന്നായിട്ട്. അതാണ് ശ്രീകൃഷ്ണമയികള്. യോയൽ ശ്രദ്ധ സയേവ സ. ആർക്ക് ഏതിൽ ശ്രദ്ധയോ അവൻ തൽസ്വരൂപനാകുന്നു എന്ന് ഭഗവാൻ ഗീതയില് അർജുനനോട് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോ കൃഷ്ണലീല അത്രയും അനുരാഗത്തോടുകൂടി പ്രേമത്തോടുകൂടി വർണ്ണിക്കുന്ന ഗോപികള് കൃഷ്ണനെ പോലെ ഇങ്ങനെ അഭിനയിക്കുക, കളിക്കുക ഒക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവര് കൃഷ്ണമയികളായിട്ട് ഭവിച്ചു. ഞാൻ തന്നെയാ കൃഷ്ണൻ. കൃഷ്ണൻ ചെയ്ത കളികളൊക്കെ ഇങ്ങനെ ആ പൂതനാമോക്ഷം മറ്റേ ഇതൊക്കെ അല്ലേ എല്ലാം അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അവര് തന്നെ അങ്ങനെ അവര് അറിയണില്ല. അതാണ് കൃഷ്ണമയികളായിട്ട് ഭവിച്ചു എന്ന് പറയുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് പറഞ്ഞില്ലേ. ആ ഭക്തിയുടെ അംശങ്ങള് അവര് സ്പഷ്ടമാക്കി കാണിക്കുകയാണ് ആ ഗോപസ്ത്രീകൾ. ആ ഗോപസ്ത്രീകളുടെ പോലെയുള്ള ഭക്തി ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. ഇത്തവര് ആ വൃന്ദാവനത്തിൽ പോയിട്ട് ഓരോ ഗോപിയുടെയും ചരണാരവിന്ദത്തില്
അങ്ങനെ നമസ്കരിക്കുന്നുണ്ട്. നമുക്കും അതുപോലെ തന്നെ ഗോപീ ചരണാരവിന്ദ പരമാണവേ നമ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ വേണുഗീത നിരൂപണം നാമ ഏകവിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 21-ാമത്തെ അധ്യായം ആ വേണുഗോപാലനായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലു പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈതൊഴുന്നേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.